ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് ഹൃദയം നിറഞ്ഞ റോഡ് ട്രെയിലായിരുന്നു കേട്ടോ. അത് അംബാജി ദുർഗ് ലോർഡ് ശിവ ടെമ്പിൾ. ഫ്രണ്ട്സ്, ഞങ്ങൾ കൈവാരഗിരി ചേഞ്ച് ചെയ്തിട്ട് നേരെ കൈലാസഗിരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എങ്ങനെയുണ്ടായിരിക്കട്ടാ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സ്ഥലത്ത് വന്നേക്കും കേട്ടോ. അതായത് ആ സ്ഥലത്തിൻ്റെ പേരാണ് കൈവാര. ഇപ്പോൾ കർണാടകയിൽ നമ്മുടെ കോലാറിന് അടുത്തായിട്ട് ഒരു സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെട്ടയാണ് കൈവാര എന്ന് പറഞ്ഞാൽ. ബെട്ടയുണ്ട്, ഒരു അമ്പലമുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് കയറി മേളിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഒരു ട്രക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ മേളിൽ കാണുന്ന രസകരമായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് കൈവാര ടെമ്പിൾ വരുന്നത്. അപ്പോൾ കൈവാര ടെമ്പിളിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി. പിന്നെ ഇതല്ല നമ്മുടെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ പിക്ചേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ കൈലാസഗിരിക്ക് വിടാം. ഓക്കെ, ഫ്രണ്ട്സ്, നമുക്ക് ഈ റൈറ്റിലേക്ക് ഒരു മണ്ണ് വഴി കാണുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോയി നോക്കാണ്ടോ. വാവ്, ഇടൂ. അല്ല അപ്പൂസേ, എങ്ങനെയുണ്ടടാ സ്ഥലം? എങ്ങനെയുണ്ടോ ഉണ്ണിക്കുട്ടാ? നല്ലതാ? നല്ല പച്ചപ്പൊക്കെ ഇങ്ങനെ പുതച്ച് കിടക്കുന്ന പോലത്തെ ഒരു സ്ഥലം. പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വെഡ്ഡിങ് കഴിഞ്ഞിട്ട്. പിന്നെ ഈ മേളിൽ കാണുന്ന അത് പറയുണ്ടല്ലോ, അതാണെന്ന് എനിക്ക് തോന്നുന്നു കൈലാസഗിരി. എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഒരു കൊച്ചു ലേക്കാണ്, അതായത് വെള്ളമെല്ലാം വറ്റിപ്പോയി കിടക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ കൈവാരഗിരി ചേഞ്ച് ചെയ്തിട്ട് നേരെ കൈലാസഗിരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈലാസഗിരിയിലേക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ആ ലേക്കിൽ നിന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് ഇറക്കി ഒന്നാണ്. പക്ഷേ ഞാനിവിടെ വലിയ ഓഫ് റോഡൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ മാഗ്നറ്റും അതും ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ചെറിയൊരു മണ്ണ് റോഡ്, ചെറിയൊരു കൊച്ചു ഓഫ് റോഡ്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്നു സാധാരണ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതേ കാണുന്ന സ്ഥലമാണ് കൈലാസഗിരി. ഫ്രണ്ട്സ്, ചതിച്ചു ഗൈസ്, ചതിച്ചു. ജോഷി അല്ല കേട്ടോ, ഗൂഗിൾ ചതിച്ചു. സംഭവം കൈവാരഗിരിയിൽ നിന്ന് ഞങ്ങൾ പോന്നിട്ട് നമ്മൾ എത്തിച്ചേർന്നത് ഇപ്പം കൈലാസഗിരിയിലാണ്. കൈലാസഗിരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അവിടെ കൈലാസഗിരിയിൽ ഒരു ചെറിയൊരു ടോൾ പിരിവുണ്ട്. അവിടെ 20 റുപ്പീസ് കൊടുത്ത് കഴിയുമ്പോൾ അവർ നമ്മൾ ചോദിക്കും എങ്ങോട്ടാണ് പോകേണ്ടത്. കൈലാസഗിരി ആണെങ്കിൽ ആ തൊട്ട് മുന്നിൽ കാണുന്ന ഒരു കേവ് ടെമ്പിളാണ്. ഓക്കെ, അവിടെ ഓഫ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത വഴി തിരഞ്ഞെടുത്തു. അതാണ് അംബാജി ദുർഗിലേക്കുള്ള ഒരു ചെറിയ ഓഫ് റോഡ് ട്രെയിലായിരുന്നു കേട്ടോ. അത് അംബാജി ദുർഗ് ലോർഡ് ശിവ ടെമ്പിൾ. ഓക്കെ, അത് നമ്മൾ ആ വഴിയിലേക്ക് നമ്മൾ ഏകദേശം 1-2 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഹനുമാൻ ടെമ്പിളിൻ്റെ മുന്നിലാണ് എത്തിച്ചേർന്നത്. ആ ഹനുമാൻ ടെമ്പിളിൽ നിന്നും ആ സൈഡിൽ നിന്നും കുറച്ച് നമുക്ക് ഒരു ഓഫ് റോഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർഡ് കോറായ ഓഫ് റോഡ് കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് കയറാനുള്ള എൻട്രി ഒന്നുമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ കിടന്ന ഒരു വഴിയിൽ കൂടെ നമ്മുടെ ജിമ്മിനിക്കുട്ടനെയും കൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് കയറി മേളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അംബാജി ദുർഗിലേക്ക് ഒരു ട്രക്കിംഗ് പാത സ്റ്റാർട്ട് ചെയ്യും. അവിടം വരെയാണ് നമുക്ക് ഈ നമ്മുടെ ജിമ്മിനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ നടന്ന് മേളിൽ കയറേണ്ടി വരും. അതൊരു നല്ല അംബാജി ദുർഗ് ഫോർട്ട്, അതുപോലെ ലോർഡ് ശിവ ടെമ്പിൾ, ഇങ്ങനെയുള്ള കുറേ അടിപൊളിയായുള്ള ഒരു കാഴ്ച നമുക്ക് അതിൻ്റെ മേളിൽ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എങ്ങനെയുണ്ടായിരിക്കട്ടാ.
കൈ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും പറക്കാൻ പാകത്തുള്ള അപ്പോൾ നമ്മളത് അതിൻ്റെ മേളിലൊക്കെ പോയായിരുന്നു. എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു പിടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. താഴത്തേക്ക് ഇറങ്ങി പോരാം ഫ്രണ്ട്സ്. അങ്ങനെ താഴത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. ഓഹോ രമ്യ ഏതാ ഏതാ ആ അവിടെ ആണോ? അതെ 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 ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ആകാശത്തിൻ്റെ മേളിലാണ്. ഒരു ഭീകരമായ അനുഭവമാണ്. പക്ഷേ ഇങ്ങനെ കയറി വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കേട്ടോ വരാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാവും. അതുപോലെ നടക്കാൻ അത്യാവശ്യം ഒരു ശേഷി വേണം കേട്ടോ. വരുമ്പോൾ നമ്മൾ തന്നെയാണ് 3-4 തവണ ഇരുന്ന് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റിയൊക്കെ ശേഷമാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് വേണം വരാനായിട്ട്. ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളാണ് തന്നെ കാര്യക്കുട്ടിനൊക്കെ നടക്കാനായതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഫ്രണ്ട്സ്. ഇത് DW എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റീസെൻ്റ്ലി ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ആഗ്രഹം കൊണ്ട്, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കണമെന്ന ആഗ്രഹം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ DWന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്യിലൊരു 4x4 എന്നുള്ള ഇതുണ്ട്. പിന്നെ ഒരു ടയർ മാർക്ക് വരുന്നുണ്ട്. 100% കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഗോ വൈൽഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ വണ്ടികളെ ചങ്ക് വണ്ടികളിലെ ഇമേജ് വെച്ചിട്ടുള്ള ഒരു തീം വെച്ചിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. വേർ ദ റോഡ് എൻഡ്സ് ദ ഫൺ ബിഗിൻസ്. എവിടെയാണോ റോഡ് തീരുന്നത് അവിടെ തുടങ്ങുവാണ് നമ്മുടെ ഫണ്ണ് എന്നുള്ള സ്ലോഗനൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ടീഷർട്ടുകൾ. അങ്ങനത്തെ ഒരു വെറൈറ്റി ഐറ്റംസുകളുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. mydw.in എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ടീഷർട്ടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ കംഫർട്ടും ഞാനിത് ഓൾമോസ്റ്റ് ഒരു 4 മാസമായിട്ട് ഇത് തന്നെയാണ് ഇടണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീഷർട്ടുകളിലെ കംഫർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, ഇതിൻ്റെ ഒരു സ്റ്റൈല്, ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച് എക്സ്പെരിമെൻ്റ് നടത്തിയ ശേഷമാണ് നിങ്ങളിലേക്ക് നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വാവ് എന്നൊരു ഫീല് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സൈറ്റ് കയറി നോക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.
നിക്ക് ഈ സാധനം ഓഫാവുന്നേ. ബാക്ക് കയറുവോ? നോക്കിയൊക്കെ കയറുവോ? ആ മതി മതി. ആ ആ ആ ആ ഓണാ. കുറച്ച് എ സി ഓഫ് ചെയ്യാം, എന്നാലും കേൾക്കുള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ അതെ നമ്മൾ അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങോട്ട് സാധാരണ വണ്ടികളെല്ലാം അങ്ങോട്ട് വിടുന്നൊന്നുമില്ല കേട്ടോ മേളിലേക്ക്. അപ്പം ഞാൻ പതിയെ വണ്ടിയും എടുത്തുകൊണ്ട് വന്നാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഇറങ്ങി പോകുന്ന വഴി. അപ്പോൾ ആദ്യത്തെ ഇറങ്ങി പോകുന്നവർ എന്നെ പുറത്തിറങ്ങി പിടിച്ചു. അപ്പോൾ ഇത് ഞാനാണ്. നോക്കട്ടെ കിട്ടുന്നു. നമ്മൾ വണ്ടിയുടെ ഇതൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഏതാ ഇതുണ്ടോ നമ്മുടെ എന്താണ് ഹിൽ ഹോൾഡല്ലോ, എന്താണ് അതിൻ്റെ പേരൊക്കെ മറന്നുപോയി ഗൈസ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വണ്ടി ഇത്ര 4x4 അങ്ങനെ ഇട്ട് ഓടിക്കാത്തതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് ഒരു ഹിൽ ഹോൾഡല്ലോ എന്ന് പറയുന്നത് മറ്റേ ഇത് ഹിൽ ഡീസൻ്റ്. അതന്നെ, സോറി ഫ്രണ്ട്സ്, കിട്ടി ഹിൽ ഡീസൻ്റ്. അത് ഹിൽ ഡീസൻ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. കോൾ അറ്റൻഡ് ചെയ്തോര് പിന്നെ ആ സൂപ്പർ. അങ്ങനെ കിട്ടു